പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒരു സിനിമയാണ് പഠിക്കാൻ പോകുന്നത്. തിങ്കളാഴ്ച നല്ല ദിവസം. പി പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ഇത്. 1985 ഈ സിനിമ പുറത്തിറങ്ങിയത്. ആ വർഷത്തെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ചിത്രമാണിത്. ജാനകിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കവിയൂർ പൊന്നമ്മയാണ് ഈ സിനിമയിലെ നായിക. മമ്മൂട്ടി, കരമന ജനാർദ്ദനൻ നായർ, ശ്രീവിദ്യ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പി പത്മരാജൻ ചലച്ചിത്ര സംവിധായകൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. 1945 ആലപ്പുഴയിലെ മുതുകുളത്ത് ജനിച്ചു. നക്ഷത്രങ്ങളെ കാവൽ, കള്ളൻ പവിത്രൻ, പ്രതിമയും രാജകുമാരിയും, രതിനിർവേദം, മഞ്ഞുകാലം നോറ്റ കുതിര, നന്മകളുടെ സൂര്യൻ, ജലജ്വാല, ഇതാ ഇവിടെ വരെ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ. കരിയില കാറ്റുപോലെ, പ്രഹേളിക, അപരൻ, പത്മരാജൻ്റെ കഥകൾ, മറ്റുള്ളവരുടെ വേനൽ എന്നിവ കഥാസമാഹാരങ്ങളാണ്. രതിനിർവേദം, ശാലിനി എൻ്റെ കൂട്ടുകാരി, ഇടവേള, പ്രയാണം, ഇതാ ഇവിടെ വരെ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിരക്കഥകളുമാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത പ്രധാനപ്പെട്ട ചലച്ചിത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. തിങ്കളാഴ്ച നല്ല ദിവസം, പെരുവഴി അമ്പലം, ഒരിടത്തൊരു ഫയൽവാൻ, നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ, അപരൻ, തൂവാനത്തുമ്പികൾ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, മൂന്നാം പക്കം, ഇന്നലെ, നൊമ്പരത്തിപ്പൂവ്, ദേശാടന കിളി കരയാറില്ല, കരിയിലക്കാറ്റുപോലെ, കൂടെവിടെ, പറന്നു പറന്നു പറന്ന്, കള്ളൻ പവിത്രൻ, ഞാൻ ഗന്ധർവൻ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സിനിമകൾ. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയിൽ അമ്മയുടെ പിറന്നാളും അവധിക്കാലവും ആഘോഷിക്കാൻ നാട്ടിലെ കുടുംബ വീട്ടിൽ ഒന്നിച്ചുകൂടുന്ന മക്കളും ചെറുമക്കളും, അവരൊന്നിച്ചുള്ള ഏതാനും ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ, പ്രായോഗികതയുടെയും ഗൃഹാതുരത്വത്തിലും കുടുങ്ങിയ പ്രവാസി മലയാളിയുടെ ജീവിതത്തിൻ്റെ നേർചിത്രമാണ് ഈ ചിത്രം. അമ്മയായ ജാനകിക്കുട്ടിയുടെ പിറന്നാളിന് അവധിക്കാലം ആഘോഷിക്കാനായി നാട്ടിലെ കുടുംബ വീട്ടിലേക്ക് എത്തുകയാണ് മക്കളും ചെറുമക്കളും. ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങുന്നതിനായി കുടുംബ വീട് വിൽക്കുക എന്ന ഉദ്ദേശവും ഗോപൻ്റെ വരവിൻ്റെ പിന്നിലുണ്ട്. അമ്മയെ ശരണാലയത്തിലാക്കുവാനും അയാൾ തീരുമാനിക്കുന്നു. ഈ തീരുമാനങ്ങളോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും പിടിവാശി കാരണം എല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ മൂത്ത മകൻ നാരായണൻകുട്ടിക്കും ഭാര്യ അംബികയ്ക്കും കഴിയുന്നുള്ളൂ. ജോത്സ്യൻ ഗണിച്ചു പറയുന്ന നല്ല ദിവസമായ ഒരു തിങ്കളാഴ്ച ആ അമ്മ വീടിനോട് വിട പറയുകയാണ്. വൈകാരികമായി ആ വീടുമായുള്ള ബന്ധം അറ്റുപോകുന്നത് അമ്മയ്ക്ക് താങ്ങാൻ ആകുന്നില്ല. അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഗോപന് എല്ലാം നഷ്ടമായി കഴിഞ്ഞിരുന്നു. നമ്മുടെ അമ്മമാർ എല്ലാവരും വീടിൻ്റെ വിളക്കുകളാണ്. അമ്മയുടെ നോട്ടമെത്താത്ത ഒരിടവും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുകയില്ല. മക്കളെയും കൊച്ചുമക്കളെയും സ്നേഹിച്ചും ലാളിച്ചും ആ അമ്മമാർ വളർത്തുന്നു. എന്നാൽ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴോ ആർക്കും വേണ്ടാത്തവരായി മാറുകയാണ്. ബാക്കിയുള്ള കാലം അവർ വൃദ്ധസദനങ്ങളിലാണ് കഴിയേണ്ടത്. നമ്മളെ നോക്കി വലുതാക്കി ഇത്രയുമാക്കിയ ആ അമ്മമാരെയും അച്ഛന്മാരെയും വാർദ്ധക്യകാലത്ത് വൃദ്ധസദനങ്ങളിലേക്ക് വിടാതെ അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഈ ഒരു സന്ദേശമാണ് ഈ ചലച്ചിത്രം നമുക്ക് നൽകുന്നത്. മായാത്ത കഥകളിലെ നക്ഷത്ര കണ്ണുകൾ, പാൽപുഞ്ചിരികൾ, അകന്നു പോകുന്ന താരാട്ടിനീണങ്ങൾ, തിങ്കളാഴ്ച നല്ല ദിവസം. പാഠഭാഗത്തിലേക്ക് കടക്കാം. സീൻ 31. പറമ്പിൽ ആടിനെ അഴിച്ച് മേലേക്ക് വരുന്ന അമ്മ. ഒപ്പം അംബികയും ബിന്ദുവും ഋതുവുമുണ്ട്. ബിന്ദു: അമ്മയുടെ ഇവിടത്തെ ഈ ഒറ്റക്ക് കിടന്നുള്ള അലച്ചിലും ബുദ്ധിമുട്ടുമൊക്കെ ഒന്ന് അവസാനിക്കാൻ പോവാ. എനിക്ക് എന്തോന്ന് അലച്ചില്?
അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. ഈ സമയത്ത് അംബിക പതുക്കെ പറയുന്നുണ്ട്, ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. ബിന്ദു അപ്പോൾ, കുഴപ്പം ഉണ്ടെന്നുള്ളതല്ല, അമ്മക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നല്ല കംഫർട്ടബിളായിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയ ഒരു സെൻറ്റർ നോക്കി അങ്ങോട്ട് മാറും. മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടിയാകുമ്പോൾ കാണണം ചിലരെയൊക്കെ. എന്ത് ഹാപ്പിയാണെന്നറിയാവോ? അങ്ങനെയൊരു സ്ഥലം അമ്മയെ കൊണ്ടുചെന്ന് കാണിക്കാൻ പോവാ. ജാനകി അമ്മയെ ശരണാലയത്തിലാക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ശരണാലയം ഇന്നത്തെ വൃദ്ധസദനങ്ങളുടെ ആദ്യകാല രൂപമാണ്. അവിടെ നല്ല കംഫർട്ടബിൾ ആണ് എന്നാണ് ബിന്ദു പറയുന്നത്. എല്ലാ പണിയും ഒതുക്കി അതിനുള്ള നല്ല സ്ഥലങ്ങളുണ്ട് എന്ന് പറയും. മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനി കൂടിയാകുമ്പോൾ ചിലരെല്ലാം കാണണം. എല്ലാവർക്കും അവിടെ നല്ല സന്തോഷമാണ് ഉള്ളതെന്ന് കൂടി ബിന്ദു പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ ഒരു പണിയുമില്ല, വെറുതെ ഇരിക്കാം. അമ്മ അപ്പോൾ, വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രെയർ ഉണ്ട്, എക്സസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർമാർ വരും. നോക്കൂ, എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണോൽ ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷേ കുറെ കൂടി കംഫർട്ടബിൾ ആയ ഒരു വീട് പോലെ തന്നെയാണ്, പക്ഷേ കുറെ കൂടി കംഫർട്ടബിൾ ആയ ഒരു വീടാണ് എന്നാണ് ബിന്ദു പറയുന്നത്. അമ്മ അത്തരം സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ആർക്കും പ്രത്യേകിച്ചൊരു പണിയുമില്ല. അവിടെ പിന്നെ ആടാം പാടാം, അങ്ങനെ കൂടെയൊക്കെയുണ്ട്. ഇത് കേട്ട അംബിക ചിരിക്കുന്നുണ്ട്. അയ്യോ അമ്മേ, ഇത് സ്വർഗലോകമല്ല, ഇതിൻ്റെ പേര് ശരണാലയമെന്നാണ്. സീൻ 32. അമ്മ, നാരായണൻകുട്ടി ഇതുവല്ലതും കേട്ടായിരുന്നോ? നാരായണൻകുട്ടി എന്ന് പറയുന്നു. ഇവിടം വിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നത്. വീടും പറമ്പും വിൽക്കാൻ പോകുന്നു. ഗോപൻ, ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാണ്. നോടാ, ഏതാണ്ടെല്ലാം പറഞ്ഞു. അപ്പോ നീയും കൂടെ അറിഞ്ഞോണ്ടാണോ എന്നോടിത് ഒളിച്ചു വെച്ചത്? അമ്മ നാരായണൻകുട്ടിയോട് ചോദിക്കുകയാണ്. അപ്പോൾ നീയും കൂടി അറിഞ്ഞോണ്ടാണോ എന്നോടിത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? അത് ശരിയായില്ല എന്ന തരത്തിലാണ് അമ്മ പറയുന്നത്. അമ്മയുടെ സ്വരത്തിൽ പെട്ടെന്നൊരു വിതുമ്പൽ ഉണ്ടാകുന്നു. ഉടൻ തന്നെ അതവർ നിയന്ത്രിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങാൻ മണി കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാശ് വേണം. അതിന് വീട് കൊടുത്താലോ എന്ന് അവനോട് ചോദിച്ചു. അവൻ്റെ ഷെയറിലാ വീട്. എനിക്കതി തലയിടാനൊക്കുകയില്ല. ഗോപൻ പറയുന്നത് അമ്മ ഇവിടെ ഒറ്റക്ക് നിർത്താൻ ശരിയാവുകയില്ല എന്നാണ്. ഒന്നില്ലെങ്കിൽ മക്കളുടെ ആരുടെയെങ്കിലും അടുത്ത് പോയി നിൽക്കണം. അതിനിട്ട് അമ്മ തയ്യാറുമല്ല. അതുകൊണ്ടാണ് കുറെ കൂടെ നോക്കാനും കാണാനുമൊക്കെ സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് അമ്മയെ മാറ്റാമെന്ന് ആലോചിക്കുന്നത്. എല്ലാവരും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്താൽ നന്നായിരുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. അതിനാരും തയ്യാറാവുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സമയത്ത് അംബിക, വീടും പറമ്പും ഗോപന്റെ ഷെയറാ. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു പ്രതിഫലനമാണ് നമുക്ക് ഈ തിരക്കഥാഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. സീൻ 60. തിങ്കളാഴ്ചയാണ്. ആ അമ്മ ആ വീടിൻ്റെ പടി ഇറങ്ങുകയാണ്. അമ്മയുടെ കയ്യിലൊന്നുമില്ല, ഒരു തുണിസഞ്ചി പോലും. എല്ലാവരുമുണ്ട്. 2 മക്കളും അവരുടെ കുടുംബവും, വേണുവും അശോകനും അമ്മിണിയും. മുറ്റത്ത് ഒരു ടൂറിസ്റ്റ് അംബാസഡർ കാർ കിടപ്പുണ്ട്. ഡ്രൈവർ കാത്തു നിൽക്കുന്നു. പിൻസീറ്റിൽ അമ്മക്ക് തലയണയും കുഷനുമൊക്കെയുണ്ട്. അമ്മ കരയുന്നില്ല. ഒരുതരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ. ജാനകി അമ്മയെ മക്കൾ ശരണാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗമാണിത്. അമ്മ മക്കളോട് യാത്ര പറയുകയാണ്. ഋതു, അമ്മൂമ്മ അവിടെ നിന്ന് ഫോൺ ചെയ്യണം. ചെയ്യാം, ഇന്ന് തന്നെ വിളിക്കണം.
ഇന്നിപ്പോൾ എന്തു വിളിക്കാൻ? നാളെ വിളിക്കാം. എപ്പോ? നാളെ രാവിലെ. രാവിലെ എത്ര മണിക്ക്? മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മം വിളിക്കാം. കുട്ടി തലയാട്ടുന്നു. നാരായണൻകുട്ടി വന്ന് ഡോർ തുറന്നു പിടിച്ചു നിന്നു. അമ്മ കുട്ടിയെ വിട്ട് ഒരു സ്റ്റെപ്പ് കാറിനരികിലേക്ക് വെച്ച് എല്ലാവരോടുമായി അമ്മ പറയുകയാണ്, പശുവിൻ്റെ ആടിൻ്റെ കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതവൾക്കാ. അവളത് നിങ്ങൾ പോയിട്ട് വേണ്ട പോലൊക്കെ വിധിച്ചു കൊടുത്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നിന്നോട്ടെ. നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാൻ ഇടയായാൽ ആ മാവ് തന്നെ വെട്ടണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാനിപ്പോൾ എങ്ങോട്ടാ പോണേല്ലേ? നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്, പിള്ളേര് പോലും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. അമ്മ പറയുന്നു, നിങ്ങൾ ആരും എന്നെ കാണാൻ അങ്ങോട്ട് വരരുത്. എത്ര കാലം കഴിഞ്ഞാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾ പോലും അങ്ങോട്ട് വരരുത്. എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട്. അമ്മ കാറിലേക്ക് കയറിയിരുന്നു. നാരായണൻകുട്ടി ഡോറടച്ചു. അകലെ പശു കരഞ്ഞു. അമ്മ ഞെട്ടലോടെ അവിടേക്ക് നോക്കി. അമ്മയുടെ കാഴ്ചപ്പാടിൽ അകലെ പറമ്പിൽ പശു അത് നീട്ടിക്കരഞ്ഞു. തൻ്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ ആ അമ്മയാണ് ശരണാലയത്തിലേക്ക് മാറ്റുന്നത്. ആടിന് പുല്ല് കൊടുത്തും പശുവിന് വെള്ളം കൊടുത്തുമെല്ലാം നടന്നിരുന്ന അമ്മ. വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിച്ചിരുന്നു ആ അമ്മ. അവർ അതിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു. അമ്മയുടെ ഒറ്റക്കുള്ള ജീവിതവും അലച്ചിലും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് മക്കൾ അവരെ ശരണാലയത്തിലേക്ക് മാറ്റുന്നത്. അമ്മയ്ക്ക് സുരക്ഷിതമായൊരിടമായിട്ടാണ് അവർ ശരണാലയത്തെ കാണുന്നത്. എന്നാൽ അമ്മയ്ക്ക് ഒരിക്കലും സുരക്ഷിതമായ ഒരിടമായിരുന്നില്ല ശരണാലയം. അത് അവരുടെ വീട് തന്നെയായിരുന്നു. ശരണാലയത്തിലേക്ക് തന്നെ കാണാൻ ആരും വരേണ്ടതില്ല എന്ന അവരുടെ വാക്കുകൾ മക്കളുടെ സ്നേഹമില്ലായ്മയും അവഗണനയും മനസ്സിലേൽപ്പിച്ച വേദനയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. താൻ ഉപേക്ഷിക്കപ്പെട്ടവളായി അവർക്ക് തോന്നുന്നു. തന്നെ അവർക്ക് ആവശ്യമില്ലാഞ്ഞിട്ടാണോ ശരണാലയത്തിലേക്ക് അയക്കുന്നത്? തന്നെ വേണ്ടാത്ത മക്കൾക്ക് തന്നെ കാണാൻ അനുവാദമില്ല എന്നാണ് ആ അമ്മ പറയുന്നത്. ശരണാലയത്തിലെത്തിയ ജാനകി അമ്മ പിറ്റേ ദിവസം ഹൃദയാഘാതം മൂലം മരിക്കുന്നു. താൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് ഗോപൻ തിരിച്ചറിയുന്നുണ്ട്. വീട് വാങ്ങാമെന്നേറ്റിരുന്ന ആൾ അതിൽ നിന്ന് പിന്മാറുന്നു. എല്ലാ രീതിയിലും മനസമാധാനം നഷ്ടപ്പെട്ട ഗോപൻ ഭ്രാന്തനെ പോലെ ബഹളം വയ്ക്കുന്നു. ഒടുവിൽ ആ വീട്ടിൽ തന്നെ ശിഷ്ടകാലം ജീവിക്കാൻ തീരുമാനിക്കുന്നു. ആധുനിക കുടുംബ ബന്ധങ്ങളിലുണ്ടായ മാറ്റമാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചിത്രത്തിൽ പത്മരാജൻ ചിത്രീകരിച്ചിരിക്കുന്നത്. നിസ്സഹായമായി പോകുന്ന വാർദ്ധക്യമെന്ന അവസ്ഥയെ ഹൃദയസ്പർശിയായി ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സമകാലിക സമൂഹത്തിലെ ആശ്രയമില്ലാതായി പോകുന്ന വൃദ്ധജനങ്ങളുടെ പ്രതിനിധിയാണ് ഈ ചിത്രത്തിലെ ജാനകി അമ്മ. പ്രതിസന്ധികളിൽ തളരാതെ ധീരതയോടെ നിലപാടിലുറച്ച് മുന്നോട്ട് പോകണം എന്നാണ് അമ്മ എന്ന കഥാപാത്രം നമുക്ക് നൽകുന്ന സന്ദേശം. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.